ഞാൻ കുറച്ച് എസ്തെറ്റിക് ആക്കാൻ ചെയ്തതല്ല, ലിറ്ററലി എൻ്റെ വാർഡ്രോബ് ഒക്കെ പഴയതാണ്. ഞാൻ വാങ്ങിയതിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹെയർ സിറമാണ്. എന്നോട് എല്ലാവരും ചോദിക്കാറുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഞാൻ ഏത് ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്, ഈ മുടിക്ക് കട്ടി തോന്നിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? ഈ ആമസോണിൽ ഓഫർ കണ്ടിട്ട് ഞാൻ കണ്ണു അടച്ച് വാങ്ങിയൊരു സാധനമാണ്. നമ്മുടെ മനസ്സിൻ്റെയൊക്കെയാണ് കേട്ടോ. നമ്മൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് മുടി വളരാൻ പോവാണ്, നമ്മുടെ മുടി തിക്കായിട്ട് വളരും, നമ്മുടെ മുടി നീളത്തിന് വളരും, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് കീർത്തന രവീന്ദ്രൻ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും തംബ്നെയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓൾസോ എൻ്റെ റീസെന്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും, അവയുടെ കൂടെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സോങ്സ്, നിങ്ങൾക്ക് നമ്മളിലൂടെ കാണാൻ ആഗ്രഹമുള്ള സോങ്സ് ഒക്കെ കമൻറ്റിൽ അറിയിച്ചാൽ നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇട്ട് അത് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഒത്തിരി പേരുടെ കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്, എല്ലാം നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട്. നമ്മുടെ പരിമിതികളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കിയ ഗൈസ്, ഞാൻ കുറച്ച് എസ്തെറ്റിക് ആക്കാൻ ചെയ്തതല്ല, ലിറ്ററലി എൻ്റെ ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്. ഞാൻ അവിടെ ഒരു ചെറിയ ബോർഡിൽ പിന്നെ എനിക്ക് വരേണ്ട എൻ്റെ ലൈക്ക് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ 25-ൽ ഞാൻ എന്തൊക്കെ മാറണം, എൻ്റെ ക്യാരക്ടർ എങ്ങനെയൊക്കെ മാറണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ പറ്റത്തില്ല കാരണം ഇത് ഫ്രണ്ട് ക്യാമറയിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എല്ലാവരും സോങ്സും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ അറിയാം അല്ലേ, എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കോർണറാണ്. ഞാൻ ഇങ്ങനെ ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ കളർഫുൾ ബുക്സ് നോക്കി വെച്ചതല്ല, ഞാൻ വായിച്ച ബുക്കാണ്. പക്ഷെ ആ ഒരു വൈറ്റ് ടേബിളിലൂടെ ഈ ഒരു ബുക്സിൻ്റെ കളർ ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയ റൂം മേക്ക് ഓവറൊക്കെ കൊടുത്താലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. കാരണം എൻ്റെ വാർഡ്രോബ് ഒക്കെ പഴയതാണ്. പിന്നെ അതേപോലെ ഇവിടെയൊക്കെ കുറേ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് എന്തെങ്കിലും ഒരു സ്റ്റോറേജ് യൂണിറ്റ് പോലെയൊക്കെ വെച്ച് കുറച്ച് കളർഫുൾ ആക്കിയാലോ എന്നാണ് ഞാൻ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമസോണിൽ നിന്ന് മേടിച്ച ഒരു 500 to 700 റേഞ്ചിൽ വരുന്ന ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ കെയർ പ്രൊഡക്ട്സ് ആണ്. നാളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഹെയർ കെയർ പ്രൊഡക്ട്സ് ആണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ ഇനി വരാൻ പോകുന്ന 2 വീഡിയോസ് ഇതേ സെയിം സീരീസിൽ ഞാൻ റീസെൻ്റ്ലി കുറച്ച് പർച്ചേസ് ചെയ്തായിരുന്നു. കാരണം ഞാൻ എല്ലാം ഒരുമിച്ചാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഏകദേശം ഒരേ ടൈമിലാണ് തീരുന്നത്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആ ഒരു കാശൊക്കെ കൂട്ടി വെച്ച് ഇങ്ങനെ കുറച്ച് സാധനങ്ങളായിട്ട് മേടിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയ 5 ഹെയർ കെയർ പ്രൊഡക്ട്സ് ആണ് ഇന്ന് കാണിക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് സീരീസിൽ വരുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 5 ഡിഫറെൻറ്റ് ടോപ്സ് ആൻഡ് ഡ്രസ്സസ് ആണ്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച 5 ഡിഫറെൻറ്റ് ടോപ്സ് ആൻഡ് ഡ്രസ്സസ് ആണ്. ഹെയർ ചെയ്തപ്പോൾ പിന്നെ എന്തായാലും സ്കിന്ന് ചെയ്യാതിരിക്കാം, മേക്കപ്പ് റിലേറ്റഡ് പ്രോഡക്ട്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ചെയ്യാം. അങ്ങനെ ഒത്തിരി സീരീസുമായിട്ട് ഒരു 5 വെച്ച് നമുക്ക് ചെയ്തു വരാം. സോ ഗൈസ്, ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുള്ള മെയിൻ ആയിട്ടുള്ള ഡൗട്ട്സിൽ വരുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ഓരോന്നായിട്ട് ഏതാന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെറുതിന്ന് മുകളിലോട്ട് വരാം. അപ്പോൾ ഇതിൽ ഞാൻ വാങ്ങിയതിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പിൽഗ്രിമിന്റെ സ്പാനിഷ് റോസ്മേരി വാട്ടർ വിത്ത് ബയോട്ടിക് ഹെയർ ഗ്രോ. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാനിപ്പോൾ മേടിച്ചതാണ് ആമസോണിൽ നിന്ന്. ഇത് പൊട്ടിച്ചിട്ടില്ല, ഇത് കുറച്ചും കൂടെ ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് പൊടിച്ചിട്ടില്ല. ഇതാണ്. ഇതിന് 220 rupees ആണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ എല്ലാം ലിങ്ക്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആമസോണിൽ ഇതിലിപ്പോൾ നല്ല ഓഫർ 220 rupeesനാണ് നിങ്ങൾക്ക് ഈ ഒരു പിൽഗ്രിമിൻ്റെ സ്പാനിഷ് റോസ്മേരി വാട്ടർ വിത്ത് ബയോട്ടിൻ ഫോർ ഹെയർ ഗ്രോത്ത്. നല്ല ചേഞ്ച് വരും ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കണ്ടോ, ബേബി ഹെയർസ് എനിക്ക് റീസെൻ്റ്ലി ഭയങ്കര ഹെയർ ഫോൾ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഹെയർ കെയറിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹെയർ സിറമാണ്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ബിക്കോസ് ഈ വാങ്ങിയതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ളത് ആ ഒരു സിറമാണ്. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കാറുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഞാൻ ഏത് ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഹെയർ കുഞ്ഞിലേ ഭയങ്കര സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. അത് നമ്മൾ ഈ ബൊട്ടോക്സ് ഒക്കെ ചെയ്യുമ്പോൾ കിടക്കുന്ന ഹെയർ ഇല്ലേ, അതേപോലത്തെ ഹെയർ ആയിരുന്നു. പിന്നെ ഞാനത് ശ്രദ്ധിക്കാണ്ടായി ഇച്ചിരി വേവി ആയി കഴിഞ്ഞിട്ട്
പിന്നെ ഞാൻ എപ്പോഴോ വീണ്ടും ഇങ്ങനെ എനിക്കിനി തോന്നുന്നത് മേ ബി ഷൂട്ടിനൊക്കെ പോകുമ്പോൾ സ്ട്രെയിറ്റൻ ചെയ്ത്, എന്നാലും പുതിയ മുടി വളരുമ്പം സ്ട്രെയിറ്റ് ആവത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒത്തിരി പേര്. ഞാൻ ആദ്യം പറഞ്ഞത് എനിക്കത് ഷൂട്ടിനൊക്കെ പോയി സ്ട്രെയിറ്റ് ഇങ്ങനെ ആയെന്നാണ്. പക്ഷേ പുതിയ ഹെയർ വരുന്നതും ആ പഴയ എൻ്റെ കുഞ്ഞിലത്തെ മുടി ടെക്സ്ചറാണ്. ഓൾസോ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ അത് നല്ല ഷൈനി ആയിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ അതേപോലത്തെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. ഇത് വെല്ല പ്രൊഫഷണലിന്റെ ഇൻവിഗോ സീരീസിൽ വരുന്ന ന്യൂട്രി എൻറിച്ച് കണ്ടീഷണർ ആണ്, ഡീപ്പ് നറിഷിംഗ് കണ്ടീഷണർ ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 765 rupees ആണ്. പക്ഷേ ആമസോണിൽ ഇതിന്റെ ഒരു കോംബോ ഉണ്ട്, ഇതിന്റെ ഷാംപൂ പ്ലസ് കണ്ടീഷണർ കോംബോ ഉണ്ട്. അതാണ് ഞാൻ വാങ്ങിയത്. അത് 1090 rupees കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 500 ഈച്ചിന് വെച്ച് കിട്ടും. സെപ്പറേറ്റ് വാങ്ങുവാണെങ്കിൽ 765 ആണ് ഓരോ പ്രൊഡക്റ്റിനും വരുന്നത്. ഇതാണ് അതിന്റെ ഷാംപൂ. ഞാൻ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും ഹെയർ റിലേറ്റഡ് പ്രോഡക്ട്സ് എല്ലാം വെല്ലയുടെയാണ്. കാരണം ഇവരുടെ ഒരു സലൂൺ ലൈക്ക് ഫിനിഷ് എനിക്ക് കിട്ടാറുണ്ട്. അതാണ് വീഡിയോസിലൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് വീഡിയോ കണ്ടിട്ട് എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട് ഷാംപൂ ഏതാ യൂസ് ചെയ്യുന്നത്. ഇതിലെ ഇൻഗ്രീഡിയൻസ് തന്നെ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ, ഡ്രൈ ടെക്സ്ചറിന് വേണ്ടിയിട്ട് മെയ്ഡ് ചെയ്തേക്കുന്നതാണ്. ഇത് സൂപ്പർ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 പ്രൊഡക്ട്സ് ആണിത്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇനി മുടിക്ക് കട്ടിയില്ല, ഇനി കട്ടി ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഒതുങ്ങിയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ മുടിക്ക് കട്ടി തോന്നിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? ശരിക്കും അങ്ങനെ ആണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതിൽ നിങ്ങൾ എൻ്റെ അടുത്ത് എന്തായാലും താങ്ക്സ് പറയും. കാരണം ഞാൻ ഉപയോഗിച്ച് ഞെട്ടിപ്പോയ ഒരു സാധനമാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് ഞാൻ ഷോപ്സിലൊക്കെ കാണുമ്പോഴത്തേക്കും വോളിമൈസിങ് മാസ്ക്, അപ്പം ഞാൻ വോളിമൈസിങ്ങോ ഇല്ലാത്ത സാധനം എങ്ങനെ ഉണ്ടാക്കുക? കാരണം നമ്മൾ ക്രിമ്പൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഹെയർ ഇങ്ങനെ തിക്കായിട്ട് കിടക്കും. പക്ഷേ നമുക്ക് ആ ഒരു സാധനം റിയൽ ലൈഫിൽ വിത്തൗട്ട് എനി കെമിക്കൽസ് കിട്ടിയ പൊന്നു മോനെ സെറ്റാണ്. ഇത് ഇനി എൻ്റെ അങ്ങോട്ടുള്ള ലൈഫിൽ എൻ്റെ ഒരു പാർട്ട്ണർ ആവാൻ പോകുന്ന സാധനമാണ്. ഈ ഷോപ്സിലൊക്കെ കണ്ടിട്ട് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഈ ആമസോണിൽ ഓഫർ കണ്ടിട്ട് ഞാൻ കണ്ണു അടച്ച് വാങ്ങിയൊരു സാധനമാണ് ഇതും വെല്ലയുടെ ഇൻവിഗോ സീരീസിൽ വരുന്ന വോളിയം ബൂസ്റ്റ് വോളിമൈസിങ് ക്രിസ്റ്റൽ മാസ്ക് ആണ്. കോട്ടൺ എക്സ്ട്രാക്റ്റ് ആണ് വരുന്നത്. എക്സ്ട്രീം കെമിക്കൽസ് ഒക്കെ നമ്മുടെ ഹെയറിലിട്ട് ഉപയോഗിക്കുകയാണെന്നുള്ള റിഗ്രറ്റും വരത്തില്ല. അല്ലെങ്കിൽ റിഗ്രറ്റ് അല്ല, മെയിനായിട്ട് ആ ഒരു ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നുമില്ല. എന്നാൽ നമ്മുടെ ഹെയർ ഭയങ്കര തിക്ക് വോളിയം ആയിട്ട് കിടക്കും. പിന്നെ എനിക്കിതിൽ തോന്നിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഞാൻ ആദ്യത്തെ ഉപയോഗത്തിൽ ഭയങ്കര കൂടുതൽ ഉപയോഗിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്ത് ഹെയർ ഭയങ്കര നല്ല തിക്കായിട്ട് നല്ല ഇച്ചിരി വോളിയം ആയിട്ട് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്ത്, അതേപോലെ തന്നെ നല്ല സ്വെറ്റി ആയിട്ട് ഫീൽ ചെയ്തു. ഇനി മേ ബി ഞാനൊരു 4 പമ്പോളം യൂസ് ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു 1 to 2 പമ്പ് മതിയെന്ന് തോന്നുന്നു ഹെയറിൽ മൊത്തം ഒന്ന് ചെയ്തിട്ട്. ഇത് 5 minutes ആണ് നമ്മൾ ഇതിൽ ലീവ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാം. ഇതിന്റെ പ്രൈസ് വരുന്നതും 765 rupees ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മാജിക്കൽ അല്ല, ഇതിന്റെയൊക്കെ ആ ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമുക്ക് ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കറക്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ ഹെയറിന് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ട് ഞാൻ രണ്ടാമത് വാങ്ങിയൊരു സാധനമാണ്. ശരിക്കും ഞാൻ ഇത് 3ാമതാണ് വാങ്ങുന്നത്. ഈ സെയിം പ്രൊഡക്റ്റ് അല്ല, ഈ സെയിം ഇൻഗ്രീഡിയൻ്റ് ഉള്ള ആദ്യം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം, ബെയർ അനാറ്റമിയുടെ അഡ്വാൻസ് ഹെയർ ഗ്രോത്ത് സീറം. ഇതിൽ 3% റെഡൻസിൽ, 4% അനാഗെയിൻ, 3% ബൈസപ്പിൽ ആൻഡ് 1% കപ്പീലിയ ലോങ്ങയാണ് ഉള്ളത്. അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ സാധനം അറിയാം, റെഡൻസിലും അനാഗെയിൻ്റെയും ഇമ്പോർട്ടൻസ് എനിക്കറിയാം. അതേപോലെ ഇതിനകത്ത് റോസ്മേരി, ബയോട്ടിൻ ആൻഡ് റൈസ് എക്സ്ട്രാക്റ്റ് ആണ് വരുന്നത്. സോ ഗൈസ്, ഈ ഒരു സാധനം സൂപ്പറാണ്. ഇതിന്റെ പ്രൈസ് 722 rupees ആണ് ഇപ്പോൾ ആമസോണിൽ. 15% ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഈ മുടി കൊഴിച്ചിൽ കാരണമൊക്കെ സങ്കടപ്പെടുന്നിടത്ത് ഞാൻ ഉറപ്പായിട്ട് ഇത് വാങ്ങാൻ പറയും. ഇതല്ലെങ്കിൽ തന്നെ പിൽഗ്രിമിൻ്റെ ഇതേ കണ്ടന്റ് വരുന്ന ഒരെണ്ണമുണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അതും എനിക്ക് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് കൂടുതൽ എഫക്റ്റ് ഉള്ളതെന്നൊക്കെ തോന്നുന്നുണ്ട്. അത് പിന്നെ നമ്മുടെ മനസ്സിൻ്റെയൊക്കെയാണ് കേട്ടോ. നമ്മൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് മുടി വളരാൻ പോവുകയാണ്, നമ്മുടെ മുടി തിക്കായിട്ട് വളരും, നമ്മുടെ മുടി നീളത്തിന് വളരും, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അത് മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെയാണ്, സെയിം ലൈക്ക് വിഷൻ ബോർഡ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അതല്ല, ഇതാണ് മെയിനായിട്ട് ട്രൈ ചെയ്യേണ്ടത്. അത് ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്യുക. നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നമുക്ക് ഒരു പ്രശ്നം വരത്തില്ല, നമുക്ക് ഇതുവഴി ചേഞ്ച് ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുവാണെങ്കിൽ സൂപ്പറായിട്ട് ചേഞ്ച് വരും. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്കായിട്ട് എൻ്റെ ഹെയർ കെയർ റുട്ടീനിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്.
എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് എന്തായാലും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാം. ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നതാണ്. ഞാൻ 100% നിങ്ങൾക്ക് വാക്ക് തരാം. കാരണം ഇതൊന്നും ഞാൻ ഉപയോഗിക്കാത്തതല്ല. ഈ എൻ്റെ വീട്ടിൽ വന്നാൽ ഈ ഓറഞ്ച് ഇതിൻ്റെ രണ്ടിൻ്റെയും കുറേ പെട്ടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇനിയും വീഡിയോസുമായിട്ട് വരാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഹെയർ കെയറിന്റെ ഒരു റേഞ്ച് ചെയ്തു. ഇനി നമുക്ക് മേക്കപ്പിനെ ചെയ്യാം. ലിപ്സ്റ്റിക്സിന്റെ മാത്രം ചെയ്യാം. കാരണം എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്സ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓരോ ലിപ്സ്റ്റിക് ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ഏതെന്ന് വരെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ലിപ്സ്റ്റിക്കിന്റെ ഒരു റേഞ്ച്, ഒരു അഫോർഡബിൾ ലിപ്സ്റ്റിക് റേഞ്ചും അതേപോലെ എന്താ ഫൗണ്ടേഷൻ, അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് എന്നിൽ നിന്നും വേണ്ടതെന്ന് നിങ്ങൾ ഉറപ്പായിട്ട് കമന്റിൽ അറിയിക്കാം. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഒത്തിരി വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.